ഈ ഭീമാ പള്ളിയിൽ വരെ നടക്കുന്നത് എന്താണ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെയുള്ളവരോട് ഞാൻ പറയണോ? അതെ, ഞാനൊരു പത്രത്തിൽ വായിച്ചു. എന്താണ്? ചന്ദനക്കുടത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ചന്ദനം തൊട്ട് തേച്ചിട്ടുള്ള അലുമിനിയത്തിൻ്റെയും മറ്റുമൊക്കെ കലങ്ങളിൽ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് അതേ ജാതിമത ഭേദമില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഭീമാ ബീവിയുടെ പള്ളിയുടെ ദർഗക്കു ചുറ്റും തവാഫ് ചെയ്യുന്നു. ഞാൻ വായിച്ച ഒരു ഭാഗം ഞാൻ നിങ്ങളെയും വായിച്ച് കേൾപ്പിക്കുകയാണ്. കേട്ടോ നിങ്ങൾ. രോഗശാന്തിക്കും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുമായി വിദേശികളും സ്വദേശികളുമായ ലക്ഷക്കണക്കിന് ആളുകൾ ചന്ദനക്കുടം നേരുന്നു. നോക്കണം, ഇവിടെ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ബാധ്യതല്ലേ? എന്തിന്? ഈ സമൂഹത്തോട് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാൻ. ഉപ്പ ഉമ്മ ഇങ്ങനെ ചെയ്യല്ലേ, ഇത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തും, നമുക്കിത് പറ്റില്ല. നോക്കൂ നിങ്ങൾ, ഇനിയും വരികൾ നോക്കൂ. മൺകലത്തിൽ ചന്ദനം തൊട്ട് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചുള്ള നേർച്ചപ്പണം നിക്ഷേപിച്ച് അതിലൊരു ചന്ദനത്തിരിയും കത്തിച്ച് വെച്ച് പള്ളിക്കു ചുറ്റും വലം വെച്ചതിന് ശേഷം പള്ളിയുടെ ഉള്ളിൽ സമർപ്പിക്കുന്നതാണ് നേർച്ച. 1, 3, 5, 7, 9, 11 എന്നിങ്ങനെ എത്ര വട്ടം വേണമെങ്കിലും വലം വയ്ക്കാം. ഇരട്ട സംഖ്യകളിൽ പ്രദക്ഷിണം നിർത്തരുത്. മുൻകാലങ്ങളിൽ ചന്ദനക്കുടത്തിന് മൺകലങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് നേർച്ച നടത്തുന്നവരുടെ ഇഷ്ടാനുസരണം സ്വർണം, വെള്ളി, ചെമ്പ്, സ്റ്റീൽ, അലുമിനിയം എന്നിങ്ങനെ പലതരം കലങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളെ നാട്ടിലൊരു വെളിപ്പാടകലയുള്ള ഭീമാ പള്ളിയിൽ നടക്കുന്ന തവാഫിനെ കുറിച്ചാണ് ഞാൻ ഈ മലബാറുകാരൻ വായിക്കുന്നത്. ഇത് ഞങ്ങൾ വായിച്ചതാ. ഇത് ഞങ്ങളും വായിക്കുന്നത് ഇന്നും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിൽ ലേഖനങ്ങൾ കാണാൻ സാധിക്കും. ഉപ്പ ഉമ്മ നിങ്ങൾക്ക് ബാധ്യതല്ലേ? അത് ഭീമാ ബീവിയുടെ ആ പള്ളിക്കു ചുറ്റും തവാഫ് നടത്താൻ ഏത് ഇസ്ലാമിലാണ് അനുവാദമുള്ളത്? ലോകത്ത് മുസ്ലിമീങ്ങളെ, നമ്മൾ മുസ്ലിമീങ്ങളാണോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതിൽ വിശ്വസിക്കുന്ന മുസൽമാനാണോ? പരിശുദ്ധ കഅബാലയത്തിൻ്റെ ചുറ്റുഭാഗത്തല്ലാത്ത ഒരു തവാഫും ഇസ്ലാമിലില്ല കേട്ടോ. അങ്ങനെ ഒരു തവാഫ് ശിർക്കിൻ്റെ തവാഫല്ലാതെ, മുശ്രിക്കിൻ്റെ തവാഫല്ലാത്ത ഒരു തവാഫ് അങ്ങനെയൊന്ന് ഇസ്ലാമിലുണ്ടോ? അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്, അത് അവസാനിപ്പിക്കൂ. അവിടെ കോടികൾ വരുമാനം വരുന്നത് ചന്ദനക്കലം കൊണ്ടുള്ള തവാഫിനായിക്കോട്ടെ. എനിക്ക് ആ പൈസ കിട്ടലല്ലേ എൻ്റെ പ്രശ്നം. അത് നിങ്ങൾ തീരുമാനിച്ചോ. ലേലത്തിന് വെക്കണോ? എത്ര കോടിക്ക് ലേലം വിളിക്കണം? 7 കോടിക്കോ 10 കോടിക്കോ? ഇനി 100 കോടിക്ക് നിങ്ങൾ ലേലത്തിന് വെച്ചാലും അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ എത്ര 1000 കോടികൾ കൊടുത്താലും കിട്ടാത്ത സ്വർഗമെന്ന വീട് കിട്ടണോ? ഈ തോന്നിവാസമാകുന്ന തവാഫ് അവസാനിപ്പിച്ചേക്കണേ. മുത്ത മുസ്തഫ എവിടെയാ ജാറം വലം വെക്കാൻ പഠിപ്പിച്ചത്? എവിടെയാണ് 1, 3, 5, 7, 9, 11 ഒക്കെ തവണ തവാഫ് ചെയ്യാൻ പഠിപ്പിച്ചത്? എവിടെയാ? അങ്ങനെ ഒരു രേഖ ഇസ്ലാമിലുണ്ടോ? ചിന്തിക്കൂ ഉപ്പമാരെ. ഇതൊരു വാശിയുടെ വൈരാഗ്യത്തിൻ്റെ കാര്യമല്ല, ഇതൊരു ഗ്രൂപ്പ് തർക്കത്തിൻ്റെ കാര്യമല്ല, ഇതൊരു പാർട്ടി തർക്കങ്ങളല്ല. മറിച്ച് ഇന്നങ്ങ് ഞാനോ നിങ്ങളോ മരിച്ചാൽ ഖബറിൽ കിടക്കുമ്പോ മുത്ത മുസ്തഫയെ ചൂണ്ടിയിട്ട് റസൂലുള്ളാഹിനെ കുറിച്ച് നിനക്കെന്തറിയാമെന്ന ചോദ്യത്തിനും നിന്റെ ദീനേതായിരുന്നടോ എന്ന ചോദ്യത്തിനുമൊക്കെ ഞാൻ മുസൽമാനായിരുന്നു, എൻ്റെ ദീന് ഇസ്ലാമാണ് എന്ന് ഖബറിൽ അങ്ങ് മണിമണിയായി ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ ആ ദീനിലില്ലാത്ത ശിർക്കൻ തവാഫ് ചെയ്തവർക്ക് അത് ഖബറിൽ പറയാനൊക്കുമോ? അത് ഉത്തരം കൊടുക്കാൻ കഴിയുമോ? പരലോകം പേടിയുള്ളവരോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അതേ, വാശി അങ്ങ് മാറ്റിവെച്ച്, വൈരാഗ്യം അങ്ങ് മാറ്റിവെച്ചിട്ട് എനിക്കെൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണമല്ലോ എന്ന പേടിയുള്ളവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് ജാറം തവാഫ് ചെയ്യാനുള്ളതല്ല. അത് ടിവിയിലൊക്കെ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. ആ ജാറത്തെ സംബന്ധിച്ച് എന്തിനൊക്കെ വേണ്ടി അവിടെ ചന്ദനക്കുടം എടുക്കുന്നുണ്ട് എന്ന് അവിടുത്തെ കമ്മിറ്റിക്കാരൻ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ഈ ഖബറിൽ ആശ്രയം തേടിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് രോഗമുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇവിടുത്തെ കിണറിലെ വെള്ളം പോലും മരുന്ന് വെള്ളമെന്നാണ് അറിയപ്പെടുന്നത്. ഈ വെള്ളത്തിൽ കുളിക്കാനായി കിലോമീറ്ററുകൾ താണ്ടി വരെ ആളുകൾ എത്താറുണ്ട്. രോഗമുക്തിക്കായി ചന്ദനക്കുടമേന്തിയ നേർച്ചയും ഇവിടത്തുകാർക്ക് പ്രധാനമാണ്.
ഭീമാപ്പള്ളിയിൽ വന്ന് ചന്ദനക്കുടം എടുക്കുക എന്ന ഒരു നേർച്ചയാണ്, അതൊരു വഴിപാടാണ്. ഒരു സ്ഥലത്തും ഇല്ല, ഒരു പള്ളിയിലും ഇല്ലാത്തതാണ് ഭീമാപ്പള്ളിയിൽ ചന്ദനക്കുടം എടുക്കുന്നത്. അത് നമ്മുടെ ആഗ്രഹ കാര്യങ്ങൾ സബലീകരിക്കാനും ശരീരവേദന, തളർച്ച, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേർച്ചയാക്കി എടുക്കുന്നതാണ് ഇവിടുത്തെ ചന്ദനക്കുടം എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, രോഗമുക്തിക്ക് വേണ്ടി ചന്ദനക്കലങ്ങൾ തലയിലേറ്റിക്കൊണ്ടുള്ള ആ രംഗങ്ങളുമൊക്കെ അതിലുണ്ട്. അതേപോലെ തന്നെ അവിടേക്കതാ തൊട്ടിയും കയറുമൊക്കെ നേർച്ചയാക്കുകയാണ്. രോഗശാന്തിക്കുള്ള നേർച്ചയാണ് തൊട്ടിയും കയറും. ലേഖനം ഇങ്ങനെയാണ് പറയുന്നത്: തൊട്ടിയും കയറുമായി വന്ന് പ്രാർത്ഥനയോടെ മരുന്ന് കിണറിൽ നിന്ന് അരത്തൊട്ടി വെള്ളം കോരി പള്ളിയുടെ അകത്ത് സമർപ്പിച്ചാൽ ഏത് രോഗവും സൗഖ്യമാകുമെന്നത് കാലങ്ങളായുള്ള വിശ്വാസമാണ്. ഇതിനു പുറമെ ആട്, മാട്, കോഴി, കുത്തുവിളക്ക്, പട്ട്, പഴം, അരി എന്നിങ്ങനെ എന്തും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാസങ്ങളോളം പള്ളിയിൽ താമസിച്ച് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. പള്ളിയിൽ ഖബറിന്റെ അടുത്ത് എഴുത്തിക്കാഫിരിക്കുന്നവരുണ്ട്. ആണും പെണ്ണും ഒരുമിച്ചവിടെ ജഗപുകയാണ്. ഒരുമിച്ചല്ലേ? ഇതൊക്കെ ഇസ്ലാമിലുണ്ടോ? തിരുവനന്തപുരത്തുകാരെ, ഭീമാ പള്ളിയുടെയും അതുപോലെ തന്നെ വിഴിഞ്ഞത്തിൻ്റെയും പേരിലൊക്കെ മഹാന്മാരായ ആളുകളാണ് എന്നൊക്കെ പറയുന്നതോടൊപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ. പക്ഷേ അവരുടെയൊക്കെ ദർഗയിൽ നടക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കല്ലത് ഞങ്ങളുടെ മാത്രം കടമയല്ലല്ലോ. നിങ്ങളും ഞങ്ങളും പരലോകത്ത് വരുമല്ലോ. രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ വരുമ്പോ അർഹമുർ-റാഹിമീനായ റബ്ബേ, തിരുവനന്തപുരത്ത് നടന്ന കോൺഫറൻസിൽ ഈ ഉള്ളവനെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി അത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാ, അതിന് സാക്ഷിയാണ് ഇവിടെ കൂടിയ ആയിരങ്ങൾ, അതിന് സാക്ഷിയാണ്. ഈ പുത്തരിക്കണ്ടം മൈതാനം നാളെ പരലോകത്ത് വരില്ലേ? ആലോചിക്കു ഉമ്മ, ഉപ്പ, ഇതൊരു വാശിയുടെയും വഴക്കിന്റെയും പ്രശ്നമാണോ? പരലോകത്ത് രക്ഷപ്പെടണോ? എത്രയെത്ര നബിമാർക്കാണ് മക്കളില്ലാതെ കഷ്ടപ്പെട്ടത്, രോഗം കൊണ്ട് കഷ്ടപ്പെട്ടത്. അവരേത് ദർഗയിലെത്തിയിട്ടാണ് തൊട്ടിയും കയറും നേർച്ചയാക്കിയത്? ഏത് ദർഗയിലെത്തിയിട്ടാണ് ചന്ദനക്കലം കൊണ്ട് വലം വെച്ചത്? ഇതേപോലെയുള്ള 100 കൂട്ടം ശിർക്കൻ പ്രവർത്തനങ്ങൾ നടമാടുമ്പോൾ മുസ്ലിയാക്കളുടെ മുമ്പിൽ 10,000 ഒരുമിച്ച് കിട്ടിയാലും ഇതിനെതിരെ കാമ എന്നൊരക്ഷരം പറയാതെ നിങ്ങൾ എവിടേക്കാ കൗമിനെ കൊണ്ടുപോകുന്നതെന്ന് വളരെ വിനയത്തോടെ ഗൗരവത്തോടെ ഞാൻ ചോദിക്കുന്നു. കാരണം നമുക്കെല്ലാ മേഖലയിലും നമ്മുടെ മാതൃകാ പുരുഷൻ മുഹമ്മദുർ റസൂലുള്ളാഹി വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസാതുഹാ. എല്ലാ ചര്യകളിലും വെച്ച് മുന്തിയ ചര്യ മുത്തമുസ്തഫയുടെ ചര്യയാണ്. അവിടുന്ന് പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങളാണ് ഈ കൊണ്ട് നടക്കുന്നത്. അത് മുഴുവനും നരകത്തിലാണ്. അതുകൊണ്ടാ ഗൗരവത്തോടെ പറയുന്നത്.